Hi and welcome to the new video on industrial instrumentation and automation. So far we are discussing about applications of transducer, and in that we were discussing mainly about displacement measurement using resistance potentiometers, then inductive and capacitive transducers. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Now we'll be moving on to torsional and shearing stress and rotational shaft torque measurement, mainly by the use of strain gauge. So strain gauge in the application എന്ന രീതിയിലാണ് torque measurement ആണ് torsional or shearing stressഉം ഷാഫ്റ്റ് ടോർക്കും ഇതിൻ്റെ മെഷർമെൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ അതിന് ബേസിക് ഐഡിയ സ്ട്രെയിൻ ഗേജിൻ്റെ ഉണ്ടായിരിക്കണം. അത് ഓൾറെഡി മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും ഞാനൊരു ബ്രീഫായിട്ടൊന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. എന്നാലാണ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പറയുന്നു എന്ന് മാത്രം. ഓക്കെ. So strain gauge. So a strain gauge is a device which is mainly used to measure the strain of an object. So as already you might have learned in the measurement and instrumentation topic, strain gauge is mainly used for the measurement of strain. So അവിടെ ലോഡ് സെല്ലിൻ്റെ അണ്ടറിലാണ് അത് പഠിച്ചിട്ടുണ്ടാവുക. ലോഡ് സെല്ല് വെയിറ്റും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളതാണ് സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അപ്പോൾ സ്ട്രെയിൻ ഗേജിൻ്റെ ബേസിക് ഒരു അറേഞ്ച്മെന്റ്, ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ഗേജ് കൺസിസ്റ്റ് ഓഫ് എ insulating flexible backing which supports a metallic foil pattern. ഇപ്പോൾ ഇതിലൊരു ബാക്കിംഗ് ഉണ്ടായിരിക്കും, അതിൻ്റെ മുകളിൽ മെറ്റാലിക് ഫോയിൽ പാറ്റേൺ ആണ് കാണുക. ഓക്കെ, ഇതൊരു പ്ലാസ്റ്റിക് ബേക്കിംഗ് ആണ്. ആൻഡ് ഓൺ ദിസ് യു ഹാവ് ദി കട്ട് കോയിൽ. ഇതാണ് കോയിൽ അതിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള. അതിന് രണ്ട് സോൾഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാർട്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ ഫിസിക്കൽ സാധനം ഞാൻ കാണിക്കാം. ഇതിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ഇതിലൊരു ബാക്കിംഗ് ഉണ്ട്, അതിൻ്റെ മുകളിലൊരു കോയിൽ ഉണ്ട്. ഓക്കെ, ഇൻസുലേറ്റിംഗ് ഫ്ലെക്സിബിൾ ബാക്കിംഗ് വിച്ച് സപ്പോർട്ട്സ് എ മെറ്റാലിക് ഫോയിൽ പാറ്റേൺ ഓർ കോയിൽ പാറ്റേൺ. സോ സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി മെഷർ സ്ട്രെയിൻ ആണ് അവിടെ മെഷർമെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇത് അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് പറഞ്ഞാണ്. ഒരു ബേസ് ഉണ്ട്, ആ ബേസിൻ്റെ മുകളിൽ നമ്മൾ മെറ്റാലിക് പ്ലേറ്റ് ഇതാക്കി വെച്ചിരിക്കുന്നു. ഇനി അതിൽ നിന്ന് ഈ ലീഡ് കണക്ഷൻസ് പുറത്തേക്ക് എടുത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു അറേഞ്ച്മെന്റ് കിട്ടുന്നത്. Okay, so in the basic principle we know that by law of resistance R equal to rho L by A, resistivity into length by area. ഇതാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ലോഡ് സെല്ലിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് തന്നെയാണ് നമ്മളിവിടെ ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക് മെഷർമെൻറ്റിന് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഒറ്റ ഇതല്ല ഉപയോഗിക്കുക, ഒറ്റ സ്ട്രെയിൻ ഗേജ് അല്ല ഉപയോഗിക്കുക, അതിന് പകരം 4 എണ്ണമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 4 എണ്ണം ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു പോയിന്റിൽ ഒരു പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ തലത്തിലായിരിക്കും അതിൻ്റെ മാറ്റം വരിക. സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞ് കണക്ട് ചെയ്തിട്ടുള്ള 4 പൊസിഷനിലുണ്ടെങ്കിൽ ചില പൊസിഷനിൽ അതിനെ കംപ്രഷനാണ് സംഭവിക്കുന്നതെങ്കിൽ ചില പോർഷനിൽ അതിന് എക്സ്പാൻഷൻ ആയിരിക്കും, ചിലപ്പോൾ സ്ട്രെച്ച് ആവുകയാണ് ചെയ്യുക. ഓക്കെ, സോ സ്ട്രെയിൻ ഗേജ് അണ്ടർ ടെൻഷൻ ആണെങ്കിൽ എന്ന് പറയാൻ സ്ട്രെച്ച് ആവുക, വലിച്ച് നീട്ടാൻ ലെങ്ത് കൂടാന്ന് അർത്ഥം. സോ ബൈ ദിസ് ഇക്വേഷൻ ദ റെസിസ്റ്റൻസ് വിൽ ഗോ അപ്പ്. ഈ സ്ട്രെയിൻ ഗേജ് അണ്ടർ കംപ്രഷൻ ആവുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറുതാവാന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ എന്തായിരിക്കും, ലെങ്ത് കുറയും. സോ ഒബിയസ്ലി ദ റെസിസ്റ്റൻസ് വിൽ കം ഡൗൺ, ഇറ്റ് വിൽ ഗോ ഡൗൺ. സോ അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. ഇതപ്പോൾ ഒരു ബ്രിഡ്ജ് സർക്യൂട്ടിൽ കൊടുത്ത് നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് അനുസരിച്ച് കാലിബ്രേറ്റ് ചെയ്യാം. ഇപ്പോൾ എന്താണ് മെഷർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന ടോർഷണൽ പ്രഷർ മെഷർമെൻറ്റ്, എന്താ പറയുക, ഷീറിംഗ് സ്ട്രെസ് ആയാലും ടോർക്ക് മെഷർമെൻ്റ് ആയാലും ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നുകൂടി ബ്രീഫ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. സോ ഇതാണ് പ്രാക്ടിക്കലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ട്രെയിൻ ഗേജ്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ മുകളിൽ ബാക്കിംഗ് ഉണ്ട്, അതിൻ്റെ മുകളിൽ മെറ്റാലിക് ഫോയിൽ ഉണ്ട്. ഇതിന് നമുക്ക് സോൾഡർ ചെയ്യാൻ പറ്റുന്ന കോണ്ടാക്ട്സ് അവൈലബിൾ ആണ്, പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നത്. ഇത് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇത് ആക്ച്വൽ മെഷർമെൻറ്റിൻ്റെ ബേസിസിൽ നോക്കാവുന്നതാണ്. ഡെൽറ്റ ആർ ബൈ ആർ, ഇത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നില്ല. ഓക്കെ, ജസ്റ്റ് കാണിക്കുന്നത് മാത്രം. Okay, so the gauge is attached to the object by a suitable adhesive. ഒരു adhesive യൂസ് ചെയ്തിട്ട് എന്താണ് ഒബ്ജക്റ്റ് അതിൻ്റെ മുകളിൽ നമ്മളത് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. As the object is deformed, the foil is deformed, causing its electrical resistance to change. ഇപ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത്. As the object is deformed, deformation is happening. So by this deformation, the foil is getting deformed, which will change its resistance. Okay, ഇതാണ് ഡിഫറെൻറ്റ് ഇത് കാണിച്ചിട്ടുള്ളത്. ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു പാറ്റേൺ എങ്കിൽ സ്ട്രെയിൻ സെൻസിറ്റീവ് പാറ്റേൺ. ഇത് എന്താ, ടോർഷനാണ്, വലിച്ച് നീട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് കൂടാണ്, സോ ഹയർ റെസിസ്റ്റൻസ് വരും. ഇത് കംപ്രഷനാണ്, ഇപ്പോൾ എന്താ പറയുക, ഇത് ലെങ്ത് കുറയും, അതിനനുസരിച്ച് റെസിസ്റ്റൻസും കുറയും. ഓക്കെ, ഇത് നമുക്ക് ഞാൻ പറഞ്ഞ കാര്യം ഇതിൽ ഒരു ഡിഫറെൻറ്റ് കേസസ് കാണിക്കുന്നതാണ്. സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും,
tension, under tension ആണെങ്കിൽ the length will go up, so the resistance will go up. Compression ആണെങ്കിൽ length will come down, so the resistance will come down. So the resistance change is commonly measured using a Wheatstone bridge arrangement. ഇപ്പോൾ ഒരു Wheatstone bridge arrangement യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് കാണിക്കുന്നതാണ്. വി ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടൻഷ്യൽ ഡിവിഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർമെൻറ്റ് പറയാമല്ലോ. വി ഔട്ട് ഈസ് ഈക്വൽ ടു ഇൻ എന്താണോ അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിവിഷൻ. ഈ വി ആണ് ഇതിന് അക്രോസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരെണ്ണം എടുക്കുമ്പോൾ എന്ത് വരും, R2 ഇൻറ്റു വി ഇൻറ്റു R2 ബൈ R1 പ്ലസ് R2 വരും. അപ്പുറത്ത് R4 ഡിവൈഡ് ബൈ R3 പ്ലസ് R4 വരും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ്, ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് എടുക്കുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചതാണ്. ഓക്കെ, ബാലൻസ്ഡ് കേസിലാണെങ്കിൽ ഇനി അത് മാറുന്നതിനനുസരിച്ച് ഇത് വോൾട്ടേജ് മാറും. ആ വോൾട്ടേജ് അതിനനുസരിച്ച് ഇപ്പോൾ ഇത് ഈ ഒരു കേസിൽ എല്ലാം 3 എന്നുള്ള രീതിയിൽ എടുത്തിരിക്കുന്നതാണ്. ബാലൻസ്ഡ് ആയിട്ടുള്ള കേസിലാണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, 5 വോൾട്ടാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഔട്ട് കിട്ടുക 0 ആണ്. ഇപ്പോൾ ചേഞ്ച് വന്നു. ചേഞ്ച് വരുമ്പോൾ ഞാൻ പറഞ്ഞു രണ്ടെണ്ണത്തിൽ ഇൻക്രീസ് ചെയ്യും, രണ്ടെണ്ണം ഡിക്രീസ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ രണ്ടെണ്ണത്തിൽ റെസിസ്റ്റൻസ് 4 ആയിട്ട് മാറിയിട്ടുണ്ട്. രണ്ടെണ്ണത്തിൽ ഇത് ആരോ കാണിച്ച് നോക്കണ്ട, 2 ആയിട്ട് മാറി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊരു വോൾട്ടേജ് പ്രോപ്പറായിട്ട് നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. 4 രണ്ടെണ്ണത്തിൽ എന്താ പറയുക, ടെൻഷൻ ആണെങ്കിൽ രണ്ടെണ്ണത്തിൽ കംപ്രഷനാണ് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് കാണുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഈ രണ്ട് അറേഞ്ച്മെൻറ്റിലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫോഴ്സ് വരുമ്പോൾ ഒന്ന് ടെൻഷൻ ഒരു ആം, ഇതാണ് നോർമൽ ആം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം വലിഞ്ഞ് നീളും ചെയ്യും, ഒരെണ്ണം ഇതാവും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഒന്നിൽ റെസിസ്റ്റൻസ് കൂടും, ഒന്നിൽ റെസിസ്റ്റൻസ് കുറയും. ഇത് തന്നെയാണ് അപ്പുറത്തും നടക്കുന്നത്. ഒന്നിൽ റെസിസ്റ്റൻസ് കൂടും, ഒന്നിൽ റെസിസ്റ്റൻസ് കുറയും. ഇപ്പോൾ ഇത് ബേസിക്കലി നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് മെഷർമെൻറ്റ് ആക്കാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തിൻ്റെ സ്ട്രെയിൻ ഗേജിൻ്റെ കാര്യങ്ങൾ. നമുക്ക് ടോർഷണൽ ആൻഡ് ഷിയറിംഗ് സ്ട്രെസ് ആൻഡ് റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ടോർക്ക് ആണ് മെഷർമെൻറ്റിനെ പറ്റിയാണ് ഇവിടെ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് ആദ്യം നമ്മൾ ടോർക്ക് മെഷർമെൻറ്റിൻ്റെ ബേസിക്സ് ഒന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത് എന്താ, ഒരു സോളിഡ് സെക്ഷൻ റോഡ് അണ്ടർ സ്റ്റാറ്റിക് പ്രഷർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോളിഡ് സെക്ഷൻ റോഡ്. So application of a force along the axis of a cylindrical rod results in an increase in its length along the direction of forces. അല്ലേ, അപ്പോൾ നമ്മളൊരു ഇത് വെറുതെ ഒരു റോഡ് എടുത്തിട്ട് അതിന് ഇപ്പോൾ എന്താ പറയുക, ഈ ഒരു എൻഡിൽ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതങ്ങോട്ട് വലിച്ച് നീളുന്ന പോലെ അത് അങ്ങോട്ട് നടക്കും. അങ്ങനത്തെ നോർമൽ ഒരു ഇതിൻ്റെ കേസിലാണ്. പക്ഷേ വേറെ ആപ്ലിക്കേഷൻ ഓഫ് ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഇങ്ങനെ ടാൻജൻ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അത് കറങ്ങുകയാണ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുകയാണ്, റിസൾട്ട് ഇൻ എ റൊട്ടേഷൻ ഓഫ് ദ റോഡ് അബൌട്ട് ദ ആക്സിസ്. അത് ഫ്രീ ആയിട്ടുള്ള കേസിലാണ് പറഞ്ഞത്. നമ്മൾ ഇവിടെ അങ്ങനെ വലിച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വലിച്ച് നീട്ടാം, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയുക, ഇഫ് ദ റോഡ് ഈസ് നോട്ട് ഫ്രീ ടു റൊട്ടേറ്റ് ആൻഡ് ഇറ്റ്സ് വൺ എൻഡ് ഈസ് റിജിഡ്ലി ഫിക്സഡ് ആസ് ഷോൺ ഹിയർ, ഇറ്റ് വിൽ അണ്ടർഗോ ട്വിസ്റ്റിംഗ് മൊമെൻറ്റ്. അല്ല, ഒരു ട്വിസ്റ്റിംഗ് ആണ് നടക്കുക. ട്വിസ്റ്റിംഗ് മൊമെൻ്റ് ആണ് ഇവിടെ സംഭവിക്കുക. ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അവിടെ വരുന്നത്. സോ ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ എൻ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ റോഡ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. സോ ബേസിക്കലി ഈ ഒരു കാര്യമാണ് നമ്മൾ എന്താ പറയുക മെഷർമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്, മെഷർമെൻറ്റിലേക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടോർഷൻ ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ബേസിക്കലി torsion bar is a metallic rod of circular or rectangular cross section which is used for the measurement of torque transmitted by a machine to its load. അപ്പോൾ മെഷീൻ ലോഡിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടോർക്കിൻ്റെ മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്ന ഒരു മെറ്റാലിക് റോഡാണ്. റോഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ സർക്കുലർ ആയിരിക്കാം, റെക്ടാങ്കുലർ ആയിരിക്കാം. അപ്പോൾ രണ്ട് അറേഞ്ച്മെൻറ്റ് റോഡ് കാണിക്കുന്നത്. ഫസ്റ്റത്തെ സർക്കുലർ അറേഞ്ച്മെൻ്റ് ആണ്, താഴത്തെ റെക്ടാങ്കുലർ അറേഞ്ച്മെൻറ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് it is connected between the driving source and the load such that it is in perfect alignment with their axis of rotation. ഈ സാധനം കണക്ട് ചെയ്തിട്ടുള്ളതിൻ്റെ ഇടയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ സോഴ്സിൻ്റെയും ലോഡിൻ്റെ ഇടയിൽ. നമുക്ക് മെഷർ ചെയ്യേണ്ടത് ആ ഒരു ചേഞ്ച് ആണ്, അല്ലെങ്കിൽ ആ ടോർക്കാണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് കൊടുന്ന് കണക്ട് ചെയ്തിട്ടുണ്ടാവും. സോ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ പെർഫെക്റ്റ് അലൈൻമെൻറ്റ് വിത്ത് ദെയർ ആക്സിസ്. അപ്പോൾ അവരുടെ ആക്സിസിനായിട്ട് പെർഫെക്റ്റ് അലൈൻമെൻ്റ് ആയിട്ട് വരത്തക്ക രീതിയിലാണ് കിടക്കേണ്ടത്. ആൻഡ് ദ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ദി source to the load strains the torsional bar, and measurement of this angular displacement or the surface strain are used for the determination of the torque. അപ്പോൾ ഈ ടോർക്ക് കാരണം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടോർക്ക് കാരണം എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ ടോർക്ക് ടു ദ ലോഡ് സ്ട്രെയിൻസ് ദ ടോർഷൻ ബാർ. സ്ട്രെയിൻ അപ്ലൈ ചെയ്യും എന്തിൽ, ടോർഷൻ ബാറിൽ. ആൻഡ് ഇതിൻ്റെ മെഷർമെൻറ്റ്, ദാറ്റ് ഈസ് മെഷർമെൻറ്റ് ഓഫ് ദ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സർഫസ് സ്ട്രെയിൻ ആർ യൂസ് ടു ഡിറ്റർമിൻ ദി ടോർക്ക്. ഓക്കെ,
So the torque transmitted by the source to the load strains the torsion bar, and these measurements of the angular displacement or surface strain are used to determine the torque. അപ്പോൾ അതാണ് അവിടെ ബേസിക്കലി നടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ടോർക്ക് മെഷർമെൻറ്റിലേക്ക് വരാം. So dynamic measurement of torque transmitted by the rotating shaft is based upon the angular displacement or twist in the shaft in a calibrated length of torque bar or tube attached to the shaft. Torque bar and torque tube എന്നും പറയും. അപ്പോൾ എന്തായാലും this dynamic measurement of torque transmitted by rotating shaft is based upon the angular displacement or twist. It is mainly based on angular displacement or twist in the shaft in a calibrated length of the torque bar. അപ്പോൾ ആ ടോർക്ക് ബാർ കാലിബ്രേറ്റ് ചെയ്ത് അതിനനുസരിച്ച് നമുക്ക് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് അനുസരിച്ച് ടോർക്ക് മെഷർ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ദ സ്ട്രെയിൻ ഈസ് സെൻസ്ഡ് ബൈ ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് ഈസ് മെഷേർഡ് ആൻഡ് ഇറ്റ് ഡസൻ ഡിസ്റ്റർബ് ദ മെഷേർഡ് സിസ്റ്റം ബൈ ഇൻട്രൊഡ്യൂസിങ് ഫ്രിക്ഷൻ ടോർക്ക്. ഇപ്പോൾ ഇവിടെ ഒരു ഫ്രിക്ഷൻ ടോർക്ക് കൊണ്ടുവന്നിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. സ്ട്രെയിൻ നമുക്ക് പ്രോപ്പർ ട്രാൻസ്ഡ്യൂസേഴ്സ് അതായത് സ്ട്രെയിൻ ഗേജ് ഉപയോഗിച്ച് മെഷർ ചെയ്യാം, എന്ത് വരില്ല, എഫക്റ്റ് കുറവാണ് ഫ്രിക്ഷൻ ടോർക്കിൻ്റെ. ആൻഡ് ദ സ്ട്രെയിൻ മെഷർമെൻറ്റ്സ് ആർ ദെൻ interpreted in terms of torque by proper calibration. എന്തായാലും സ്ട്രെയിൻ ആണ് മെഷർ ചെയ്യുന്നത്, അതിനെ പ്രോപ്പറായി കാലിബ്രേറ്റ് ചെയ്തിട്ട് ടോർക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെസ് ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, മെഷർമെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത് ഓൾറെഡി നമ്മുടെ സ്ട്രെയിൻ ഗേജിൻ്റെ കേസിൽ പറഞ്ഞു വരുന്നതാണ്, അവിടുന്ന് പറഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈക്വേഷൻസ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സെൻസിറ്റിവിറ്റി ഓഫ് എ സ്ട്രെയിൻ ഗേജ് ഇസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ടേംസ് ഓഫ് എ ക്യാരക്ടറിസ്റ്റിക്സ് കോൾഡ് ദ ഗേജ് ഫാക്ടർ defined as gauge factor എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടറിന്റെ ബേസിലാണ് ഇതിന്റെ സെൻസിറ്റിവിറ്റി പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിഫൈൻഡ് ആസ് എ യൂണിറ്റ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ലെങ്ത്. അതായത് ഡെൽറ്റ ആർ ബൈ ആർ ഡിവൈഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ. അതാണ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് പെർ ചേഞ്ച് ഇൻ ലെങ്ത്. ലെങ്ത് മാറുമ്പോഴാണ് റെസിസ്റ്റൻസ് മാറുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ ഒരു റേഷ്യോനെയാണ് എന്തെന്ന് പറയുന്നത്, ഗേജ് ഫാക്ടർ വിച്ച് ഈസ് എ മെഷർ ഓഫ് ദ സെൻസിറ്റിവിറ്റി. ആൻഡ് ദ ഗേജ് ഫാക്ടർ ഈസ് റിലേറ്റഡ് ടു പോയ്സൺസ് റേഷ്യോ. ഞാൻ അവിടെ നേരത്തെ കാണിച്ചിരുന്ന ഇക്വേഷൻ്റെ ബേസിൽ വരുന്നതാണ് k is equal to 1 plus 2 mu. അപ്പോൾ അത് മെഷർമെൻറ്റിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അവിടെ പറഞ്ഞു പോയത്. സോ ദിസ് പോയ്സൺ റേഷ്യോ ഈസ് ദ റേഷ്യോ ഓഫ് ദ പ്രൊപ്പോർഷണൽ ഡിക്രീസ് ഇൻ എ ലാറ്ററൽ മെഷർമെൻറ്റ് ടു ദ പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ഇൻ ലെങ്ത് ഇൻ എ സാമ്പിൾ ഓഫ് മെറ്റീരിയൽ ദാറ്റ് ഈസ് ഇലാസ്റ്റിക്കലി സ്ട്രെച്ച്ഡ്. ഓക്കെ, അത് കൂടുതൽ വേണമെങ്കിൽ മെഷർമെൻറ്റ്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം. നമുക്ക് തൽക്കാലം ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു വരാം. സോ ദ മെഷർമെൻറ്റ് ഓഫ് ടോർക്ക്. ഓക്കെ, so the dynamic measurement of torque transmitted by a rotating shaft is based upon the angular displacement or twist. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു സ്ട്രെയിൻ ഗേജ് ടോർക്ക് മീറ്റർ എന്ന് പറയും. സ്ട്രെയിൻ ഗേജ് ടോർക്ക് മീറ്റേഴ്സ് യൂസ് ചെയ്യുന്നതാണ് സ്ട്രെയിൻ ഗേജ് ടോർക്ക് മീറ്റർ. ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഇതാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്കിവിടെ കാണുന്നത്. 2 strain gauges are mounted on a shaft at an angle of 45 degree. ഷാഫ്റ്റിന് 45 ഡിഗ്രിയിൽ 2 സ്ട്രെയിൻ ഗേജസ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, 2 strain gauges are mounted on the shaft at 45 degree to each other and the torque is given by, ഈ ഒരു കേസിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗുലർ എന്താണ് കാണിക്കുന്നത് കേട്ടോ, തീറ്റ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഈ ഡയമെൻഷൻസ് ആണ് ആറും ക്യാപിറ്റൽ ആറും, ഇന്നർ സ്മോൾ ലെറ്റർ ആർ, ഔട്ടർ ക്യാപിറ്റൽ ആർ. അപ്പം ടോർക്ക് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ T is equal to pi g into capital R raised to 4 minus small r raised to 4 divided by 12. where r small r ഞാൻ പറഞ്ഞു outer radius of the shaft and inner radius of the shaft ആണ്. L is the length of the shaft. Which is now shown here. L is the length of the shaft and theta is the angular deflection. Theta എന്ന് പറയുന്നത് ആ ഇനീഷ്യൽ ഇതിൽ നിന്നുണ്ടാവുന്ന ആംഗുലർ ഡിഫ്ലക്ഷൻ ആണ്. G is the modulus of rigidity, Newton per meter square. ടോർക്കിനുള്ള എക്സ്പ്രഷൻ ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ടോർക്ക് നമുക്ക് ഈ രീതിക്ക് ആണ് കിട്ടുക, കാൽക്കുലേഷൻ വരുന്നത്. ആൻഡ് the strain gauges are stretched at 45 degree to the axis of the shaft and the strain. ഇതിലത്തെ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞത് ടോർക്ക് മെഷർമെൻറ്റും സ്ട്രെയിൻ മെഷർമെൻറ്റും ഷിയറിംഗ് സ്ട്രെസ്സിനും ഉപയോഗിക്കാന്നുള്ള. അപ്പോൾ ആ രീതിക്ക് നമുക്ക് ഇവിടുത്തെ സ്ട്രെയിൻ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ, എപ്സിലോൺ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി വെച്ചിട്ടാണോ, ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് ആണ്, പ്ലസ് ഓർ മൈനസ് ടി ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ പൈ ജി ആർ ഈസ് ടു 4 മൈനസ് ആർ ഈസ് ടു 4 എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ സ്ട്രെയിൻ മേ ബി മെഷേർഡ് ബൈ ഇലക്ട്രിക്കൽ മീൻസ് ടു ഇൻഡിക്കേറ്റ് ദ ടോർക്ക്. ഇപ്പോൾ സ്ട്രെയിൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടോർക്കിനെ തന്നെ എന്നുള്ള രീതിയിൽ ആണ്. അതേപോലെ മൾട്ടിപ്പിൾ സ്ട്രെയിൻ ഗേജസ് മേ ബി ഇൻസ്റ്റാൾഡ് ആൻഡ് കണക്റ്റഡ് ഇൻ എ ബ്രിഡ്ജ് സർക്യൂട്ട് കോൺഫിഗറേഷൻ സോ ദാറ്റ് any deformation due to axial or transverse load is cancelled out in the final result or final readout. ഇപ്പോൾ പ്രോപ്പറായിട്ട് നമുക്കത് അറേഞ്ച് ചെയ്തിട്ട് നമുക്കിതിനെ ക്യാൻസൽ ചെയ്ത് പോകുന്ന എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നതിന് ഒഴിവാക്കാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ബേസിക് അറേഞ്ച്മെൻറ്റ്. 2 സ്ട്രെയിൻ ഗേജിൽ 45 ഡിഗ്രിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ടോർക്ക് ഇക്വേഷൻ അവിടുത്തെ ഓർത്ത് വെക്കുക.
Okay. And the strain in the shaft may be measured by means of strain gauges attached to its surface. അപ്പോൾ ഷാഫ്റ്റിലുള്ള സ്ട്രെയിൻ മെഷർ ചെയ്യാൻ സർഫസിൽ അറ്റാച്ച് ചെയ്താൽ മതി. ആൻഡ് ദ ഗേജസ് ഷുഡ് ബി സോ മൗണ്ടഡ് ദാറ്റ് ദേ ഗിവ് മാക്സിമം സെൻസിറ്റിവിറ്റി ടു ദ സ്ട്രെയിൻ പ്രൊഡ്യൂസ് ബൈ ടോർഷൻ. ടോർഷൻ കാരണം ഉണ്ടാകുന്നതിനുള്ള മാക്സിമം സെൻസിറ്റിവിറ്റി അവിടെ നമുക്ക് കിട്ടണം. അപ്പോൾ ഇവിടെ ദ തിയറി ഓഫ് ടു ഡയമെൻഷണൽ സ്ട്രെസ് സിസ്റ്റം ഷോസ് ദാറ്റ് ഫോർ എ ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു പ്യുവർ ടോർഷൻ ദ ഗേജ് വിൽ ബി സ്ട്രെയിൻ in the directions of their major axis if they are mounted 45 degrees axis to the shaft. ഇപ്പോൾ 45 ഡിഗ്രിയിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ എന്ത് കിട്ടും, മാക്സിമം നമുക്ക് ഇത് കിട്ടും. ആൻഡ് ദ നോർമൽ മെത്തേഡ് ഈസ് ടു മൗണ്ട് a complete strain gauge bridge on the shaft, and the strain gauge bridge configuration is generally used for the measurement of torque. ജനറലി ടോർക്ക് മെഷർമെൻറ്റ് ഉപയോഗിക്കുന്ന അറേഞ്ച്മെൻറ്റ് നമുക്ക് കാണാം. സോ ദ സ്ട്രെയിൻ ഈസ്, ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. Strain may be measured by electrical means to indicate the torque, and the strain in the shaft may be measured by means of gauges attached to its surface, and the gauges should be so mounted that they give maximum sensitivity. And the theory of two-dimensional stress system shows that for a shaft subjected to pure torsion, the gauges will be strained in the direction of their major axis if they are mounted 45 degree to the axis of the shaft. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ 45 ഡിഗ്രിയിൽ വെക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഈ പറഞ്ഞ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നോർമലി ഉപയോഗിക്കുന്നത് ടോർക്കിന് മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇൻ ദിസ് അറേഞ്ച്മെൻറ്റ് 2 strain gauges are subjected to tensile stress while the other 2 are compressive. മുന്നേ നമ്മൾ സ്ട്രെയിൻ ഗേജ് പറഞ്ഞ പോലെ 2 ടെൻഷനും 2 കംപ്രഷനും ആയിരിക്കും ഉണ്ടാവുക. നമ്പർ ചെയ്തിട്ടുള്ളത് 1 2 3 4 എന്നുള്ള രീതിയിലാണ് 45 ഡിഗ്രിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 ടെൻഷൻ ആണെങ്കിൽ 2 കംപ്രഷൻ എന്നുള്ള രീതിയിലാണ്. സോ ഹിയർ ദ ഗേജസ് 1 and 2 must be diametrically opposite, and so should be 3 and 4. 1ഉം 2ഉം ഓപ്പോസിറ്റ്, അതേപോലെ 3ഉം 4ഉം. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ ഡിഫറൻഷ്യൽ വോൾട്ടേജ് എന്തിൻ്റെ മെഷറായിട്ട് എടുക്കും, ടോർക്കിൻ്റെ മെഷർമെൻ്റ് ആയിട്ട് ഫൈനലി കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വേറൊരു അറേഞ്ച്മെൻറ്റ് ഇവിടെ കാണിച്ചെന്ന് മാത്രം, എങ്ങനെയാണ് ആ 45 ഡിഗ്രി വരുന്നത് എന്നുള്ളത്. ആൻഡ് അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ദ ഗേജസ് മസ്റ്റ് ബി പ്രിസൈസ്ലി അറ്റ് 45 ഡിഗ്രി വിത്ത് ഷാഫ്റ്റ് ആക്സിസ്. 45 ഡിഗ്രി ഇതിൽ തന്നെ കറക്റ്റായിട്ട് വരണം. ആൻഡ് ഗേജസ് 1 and 2 എന്നാണ് ഇവിടെ. 1 and 2 must be diametrically opposite as must 3 and 4. And it is fully temperature compensated, and it provides automatic compensation for bending and axial loads. Bending axial loads ന് automatic compensation കിട്ടും. And it gives a maximum sensitivity for given torque. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ് മാക്സിമം സെൻസിറ്റിവിറ്റി കിട്ടത്തക്ക രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ സ്ലിപ്പ് റിങ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, സോ സ്ലിപ്പ് റിങ്സ് ഇവിടെ കാണാം. ദീസ് സ്ലിപ്പ് റിങ്സ് ആർ യൂസ് ഫോർ കണക്ഷൻ ഓഫ് ദ ബ്രിഡ്ജ് ടു ഇറ്റ്സ് പവർ സോഴ്സ് ആൻഡ് ഡിസ്പ്ലേ അറേഞ്ച്മെൻറ്റ്. സോ നമുക്ക് ബ്രിഡ്ജ് അറേഞ്ച്മെൻറ്റിലോട്ടും പവർ ഡിസ്പ്ലേ അറേഞ്ച്മെൻറ്റിലേക്കും വേണ്ടിയിട്ടാണ് ഇവിടെ സ്ലിപ്പ് റിങ്സ് വഴിയാണ് കണക്ഷൻ വരുന്നത്. ആൻഡ് സ്ലിപ്പ് റിങ്സ് ആർ conducting rings attached to the shaft but insulated from it, with one of the slip rings connected to each of the bridge terminal. ഓരോ ബ്രിഡ്ജ് ടെർമിനലും കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഇൻസുലേറ്റഡ് ആയിരിക്കും. ആൻഡ് ദ റബ്ബിംഗ് കോൺടാക്ട് ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ദ റിംഗ് ആൻഡ് ദ സ്റ്റേഷനറി ബ്രഷസ് വിച്ച് ആർ കണക്റ്റഡ് ടു ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദി ഔട്ട്പുട്ട് എക്യുപ്മെൻറ്റ്. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള കണക്ഷനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ബ്രിഡ്ജ് യൂസിങ് സ്ട്രെയിൻ ഗേജസ് ആണ്, ബ്രിഡ്ജാണ് യൂസ് ചെയ്യുന്നത്. കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ബ്രിഡ്ജ് അറേഞ്ച്മെൻറ്റ് തൊട്ട് മുന്നത്തെ ഡയഗ്രത്തിൽ നമ്മൾ കാണിച്ചിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, ഈ അറേഞ്ച്മെൻറ്റ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്, ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. എന്താ ഫുള്ളി ടെമ്പറേച്ചർ കോമ്പൻസേറ്റഡ്, ഇറ്റ് പ്രൊവൈഡ്സ് ഓട്ടോമാറ്റിക് കോമ്പൻസേഷൻ ഫോർ ബെൻഡിങ് ആൻഡ് ആക്സിൽ ലോഡ്സ്, ആൻഡ് ഇറ്റ് ഗിവ്സ് ദ മാക്സിമം സെൻസിറ്റിവിറ്റി ഫോർ എ ഗിവൺ ടോർക്ക്. സോ തൽക്കാലം ഈ ഒരു ഇത്രയാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും ആണ് ടോർക്ക് മെഷർമെൻറ്റ്, ഷിയറിംഗ് സ്ട്രെസ് മെഷർമെൻറ്റ് എന്നുള്ളതിൽ വരുന്നത് ബൈ യൂസിങ് സ്ട്രെയിൻ ഗേജസ്. ഓക്കെ.